Hi friends, welcome to Sham's World of Joy. ഇത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ നമ്മൾ ഇന്ന് എന്ത് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെയാണ് വള്ളിച്ചീര എന്ന് പറയുന്നത്. മലബാർ സ്പിനാഷ് എന്ന് കൂടെ ഇതിന് പേരുണ്ട്. ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ളതാണ് നമ്മുടെ വള്ളിച്ചീര. ഇന്ന് നമുക്ക് വള്ളിച്ചീരയും മുട്ടയും കൊണ്ട് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. അപ്പോൾ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഓരോ ഇലയും രണ്ടായി മുറിച്ചിട്ട് വീണ്ടും ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ഇലകൾ രണ്ടായി മുറിക്കാതെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ ആകെ കുഴഞ്ഞ പരുവത്തിലായി പോവും. അത് കാരണം രണ്ടായി മുറിച്ചിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാൻ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് നമുക്ക് അടുത്തതായി വേണ്ടത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതായിട്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് എണ്ണ ചൂടായാൽ ഇതിൽ അല്പം കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിൽ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില എന്തായാലും ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വള്ളിച്ചീര കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ തേങ്ങ യൂസ് ചെയ്യുന്നേ ഇല്ല. വള്ളിച്ചീരയിൽ 91% വെള്ളം അടങ്ങിയതുകൊണ്ട് നമുക്കിത് മൂടി വെക്കാതെ വേണം വേവിച്ചെടുക്കാൻ. മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വെള്ളം ആവും. അത് കാരണം മൂടി വെക്കാതെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ വള്ളിച്ചീരയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മുട്ട ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം.
തോരൻ മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ണാം. അത്രയും ടേസ്റ്റിയായ ഒരു തോരനാണിത്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.